ഈ ഒരില വീട്ടിലുണ്ടെങ്കിൽ ഇങ്ങനെ ഒന്ന് ചൂടാക്കി തലയിൽ തേച്ച് നോക്കൂ. ഈ ഒരു തണ്ട് ഞവരയില മതി, അതായത് നമ്മുടെ പനിക്കൂർക്ക മതി കേട്ടോ. നമ്മുടെ മുടി നല്ല രീതിയിൽ വളരാനും അതുപോലെ തന്നെ നര മാറ്റാനും താരൻ്റെ പ്രശ്നമുള്ളവർക്ക് ഏറ്റവും ഉപയോഗപ്പെടുന്ന ഒരു സാധനമാണ് നമ്മുടെ ഞവരയില എന്ന് പറയുന്നത്. ഇത് നിങ്ങളുടെ വീട്ടുമുറ്റത്തുണ്ടെങ്കിൽ ഒരിക്കലും വലിച്ചു പിഴുത് ദൂരെ കളയരുത്. ഇത് ആഴ്ചയിൽ ഒരു രണ്ടല്ലെങ്കിൽ 3 ദിവസം കുറഞ്ഞത് തലയിൽ ഉപയോഗിച്ച് കഴിഞ്ഞാൽ നല്ല രീതിയിൽ താരനെ കൺട്രോൾ ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും കേട്ടോ. ഈ ഒരു ഹെയർ സൊല്യൂഷൻ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് നമുക്ക് പ്രത്യേകിച്ച് വേറെ ഒന്നും വേണ്ട കേട്ടോ. ഒരു ദോശക്കല്ലും നമ്മുടെ ഞവരയിലയും മാത്രം മതിയേ. അപ്പോൾ നമ്മുടെ ദോശക്കല്ല് നല്ലവണ്ണം ഒന്ന് ചൂടാകുന്ന വരെ നമുക്കൊന്ന് വെയിറ്റ് ചെയ്യാവേ. അപ്പോൾ നമ്മുടെ ദോശക്കല്ല് ചൂടായി വന്നിട്ടുണ്ടേ. ഇനി നമുക്ക് ഈ ഓരോ ഇലയും ഇതുപോലെ ഒന്ന് ഇറുത്തെടുത്തതിന് ശേഷം ദോശക്കല്ലിലേക്ക് വെച്ച് കൊടുക്കാവേ. ഇതൊന്ന് ചൂടായി വരണം. ജസ്റ്റ് ഇതുപോലെ ഒന്ന് വെച്ച് കൊടുത്താൽ മാത്രം മതി, വേറെ ഒന്നും ചെയ്യണ്ട. നല്ല ചൂടാണ് കേട്ടോ നമ്മുടെ ദോശക്കല്ലെന്ന് പറയുന്നത്. ഇതാ കളർ മാറുന്നത് കണ്ടോ നിങ്ങൾ. ഇതിൽ വെള്ളമുള്ളത് കൊണ്ട് പെട്ടെന്ന് അത് കരിഞ്ഞൊന്നും പോകത്തില്ലേ. അപ്പോൾ നമ്മളിത് മാറ്റിയെടുക്കുന്നുണ്ട്. ഇതാ വാടിയതെല്ലാം സെപ്പറേറ്റ് ചെയ്യുന്നുണ്ട്. ഇനി ഇതാ ചെറുതായിട്ടൊന്ന് വാടി വരുന്നുണ്ട്, അതും എടുക്കാം. അടുത്തത് ഇതുപോലെ വാടി വരുന്നുണ്ട്. അങ്ങനെ ഇതുപോലെ ഓരോ ഇലയും നമുക്ക് വാട്ടിയെടുക്കാവുന്നതാണേ. അപ്പോൾ ഇത്രയും നമ്മൾ വാട്ടിയെടുത്തിട്ടുണ്ട്. ഇനിയും ഒരു 2-3 ഇലയും കൂടെ ഉണ്ട്, അതും കൂടെ നമുക്കിതുപോലെ ഒന്ന് വാട്ടിയെടുക്കാവേ. ഇതുപോലെ വാട്ടിയെടുക്കാതെ നമുക്ക് ഈ ഇലകൾ മാത്രം പച്ചയ്ക്കായാലും നല്ലവണ്ണം ഒന്ന് ഇതിൻ്റെ ജ്യൂസ് ഒന്ന് പിഴിഞ്ഞെടുത്ത് കഴിഞ്ഞാൽ നമ്മുടെ ഈ ഒരു ഹെയർ സൊല്യൂഷൻ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് സിമ്പിളാണ്. പിന്നെ ജസ്റ്റ് ഞാൻ ഒന്ന് ചൂടാക്കി എടുത്തു കഴിഞ്ഞാൽ നമുക്ക് നല്ല രീതിയിൽ ഇതിൻ്റെ ജ്യൂസ് സെപ്പറേറ്റ് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് പറ്റും. ഉള്ള ജ്യൂസെല്ലാം നമുക്ക് മുഴുവനായിട്ട് കിട്ടുകയും ചെയ്യും. ഒറ്റ അടിക്ക് തന്നെ നമുക്ക് സെപ്പറേറ്റ്, അതായത് ഇതെല്ലാം ഒറ്റ അടിക്ക് തന്നെ കളർ ചേഞ്ച് ആയി വന്നു. അപ്പോൾ ഇതും നമുക്ക് മാറ്റി കൊടുക്കാവേ. നല്ല ചൂടാണേ ഇതിന്ന് എടുക്കുമ്പോൾ. ഇതിൻ്റെ തണ്ടും കൂടെ നമുക്ക് എന്തായാലും ആവശ്യമായിട്ടുണ്ട്. ഈ തണ്ടും കൂടെ നമുക്ക് ജസ്റ്റ് ഒന്ന് ചൂടാക്കി എടുക്കാവേ. നല്ലവണ്ണം ചൂടാവണ്ട, നല്ലവണ്ണം ചൂടാൻ വേണ്ടിയിട്ട് പാടായിരിക്കും, ഉരുണ്ടിരിക്കുന്നത് കൊണ്ട് നമുക്ക് ജസ്റ്റ് ഒന്ന് ചൂടാക്കി എടുത്താൽ മാത്രം മതി. ഇത് നമുക്ക് അതിലേക്ക് എന്നിട്ട് ഇട്ട് കൊടുക്കാം. ഇനി ഇതിലെല്ലാം ചെറിയ ചൂടോടെ തന്നെ നമുക്ക് കൈകൊണ്ട് ഞെരടി അതിൻ്റെ ജ്യൂസ് എടുക്കാവുന്നതാണ്. ഇതുപോലെ ഒരു ഇടികല്ലിൽ ഇട്ടിട്ട് നമുക്കിതിനെ സെപ്പറേറ്റ് ചെയ്തെടുക്കുക ഇതിൻ്റെ ജ്യൂസ്. അവരിലയിൽ തണ്ടും കൂടെ ചെറുതായിട്ട് ഞാൻ ഒന്ന് മുറിച്ച് ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി നമുക്കിത് ഒന്ന് ചതച്ചെടുക്കാം. അപ്പോൾ നമ്മുടെ സാധനം ഇവിടെ നല്ലവണ്ണം ചതഞ്ഞ് വന്നിട്ടുണ്ട്. ഇനി ഇതിനെ നമുക്ക് പിഴിഞ്ഞെടുക്കാവേ. അപ്പോൾ നമ്മൾ ആ ഇലകൾ അങ്ങോട്ടത്തേക്ക് മാറ്റിയപ്പോൾ ഇത്രയും ജ്യൂസ് ഇതിൽ ഉണ്ടായിരുന്നു. നമ്മൾ ഇടിച്ച സമയത്ത് നമുക്ക് സെപ്പറേറ്റായി കിട്ടിയതാണ്. ഇത് നമുക്ക് നല്ലവണ്ണം ഒന്ന് പിഴിഞ്ഞെടുക്കാവേ. നല്ല രീതിയിൽ നമുക്ക് ഇതിൻ്റെ ജ്യൂസ് സെപ്പറേറ്റ് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് പറ്റും. ഈ ഒരളവിൽ മതി. നമ്മുടെ താരനൊക്കെ പ്രശ്നം ഉണ്ടെങ്കിൽ ആ താരനുള്ള ഭാഗത്ത് നല്ല രീതിയിലൊന്ന് അപ്ലൈ ചെയ്തിട്ട് ചെറിയൊരു സ്ക്രബും കൂടെ കൊടുത്തു കഴിഞ്ഞാൽ നല്ല രീതിയിൽ നമുക്ക് താരൻ റിമൂവ് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും. താരനെന്ന് ഉദ്ദേശിക്കുന്നത് ചെറിയ പൊടികളല്ല, പുറ്റുപിടിച്ച താരൻ വരെ പോകാൻ വേണ്ടിയിട്ട് ഈ ഒരു സൊല്യൂഷൻ ഹെൽപ്പ് ചെയ്യും കേട്ടോ. അപ്പോൾ ഇത് ഇത്രയും തന്നെ ധാരാളം. ഇനി ഇതിലേക്ക് നമ്മൾ ചെയ്യേണ്ടത് ഒരു 2-3 തുള്ളി, നിങ്ങൾ ഏത് ഹെയർ ഓയിലാണോ ഇതിലേക്ക് നിങ്ങൾ തലയിൽ അപ്ലൈ ചെയ്യുന്നത് അത് ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുക. ഞാൻ ഇപ്പോൾ ആഡ് ചെയ്യുന്നത് നമ്മുടെ നാടൻ വെളിച്ചെണ്ണയാണേ. ഒരു 2-3 തുള്ളി ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അതിന് ശേഷം നല്ലവണ്ണം മിക്സ് ചെയ്തിട്ട് കുളിക്കുന്നതിന് ഒരു 10 മിനിറ്റ് മുന്നേ തലയിൽ അപ്ലൈ ചെയ്തിട്ട് നോർമൽ വെള്ളത്തിൽ നമുക്ക് കഴുകിക്കളയാം. ഇതെന്ന് പറയുന്നത് തലനീരിറക്കം അതുപോലെ തന്നെ ജലദോഷമൊക്കെ പെട്ടെന്ന് വരുന്നവർക്ക് ഉപയോഗപ്പെടുന്ന ഒരു ഹെയർ സൊല്യൂഷനാണ്. അപ്പോൾ നിങ്ങൾ ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണേ. ഈ ഒരളവിലാണ് നമുക്ക് കിട്ടിയിട്ടുള്ളത്. ഇത് തന്നെ ധാരാളമാണ്. അപ്പോൾ ഞാൻ പറഞ്ഞതുപോലെ താരനുള്ളവർക്ക് മെയിനായിട്ട് ഇത് യൂസ് ചെയ്യാം. കുറഞ്ഞത് ആഴ്ചയിൽ ഒരു 3 തവണയെങ്കിലും ഇത് സ്ഥിരമായിട്ട് ഉപയോഗിച്ച് കഴിഞ്ഞാൽ നല്ല രീതിയിൽ താരനെ കൺട്രോൾ ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും കേട്ടോ. നമുക്ക് പുതിയൊരു ടിപ്പായിട്ട് കാണാം.